ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബബ്ബബ എന്ന് പറയുന്ന മൂവിനെ കുറിച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചതല്ല. ഇത് എടുക്കുന്നതിന്റെ പിന്നില് എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാരണമുണ്ട്. ഞാൻ ഒരു മൂവി റിവ്യൂവർ ഒന്നും അല്ല. പിന്നെ ഈ മൂവി റിവ്യൂ എങ്ങനെയാണ് ചെയ്യേണ്ടതിനെ പറ്റിയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ധാരണയൊന്നും എനിക്കില്ല. ഞാൻ ജസ്റ്റ് പറയുന്നത് ഈ ഒരു മൂവിനെ കുറിച്ചിട്ട്, ഈ മൂവി ഞാൻ കണ്ടു, ഇന്നലെയാണ് കണ്ടത്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള എന്റെ ഒരു ഒപ്പീനിയൻ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഈ വീഡിയോ ചെയ്യാനൊരു റീസൺ ഉണ്ടെന്ന്. അതെന്താന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പൊതുവെ മൂവിയൊക്കെ കാണാൻ പോകുന്നതിന്റെ മുന്നേ ഇങ്ങനെ റിവ്യൂസ് ഒന്നും കണ്ടിട്ട് പോകുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ മൂവീസ് കണ്ടു വന്നതിന് ശേഷം ചില റിവ്യൂസ് ഒക്കെ ഇങ്ങനെ ഇരുന്ന് കാണാറുണ്ട്. എന്റെ സെയിം ഒപ്പീനിയൻ തന്നെയാണോ എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ആസ് യൂഷ്വൽ ഞാൻ ഈ മൂവി കണ്ടു വന്നതിന് ശേഷം കുറച്ച് പേരുടെ റിവ്യൂസ് ഒക്കെ ഇങ്ങനെ കാണണ്ടായി. അപ്പോ അതില് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റിവ്യൂവർ ഈ മൂവിനെ കുറിച്ച് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് പറയുന്നത് കണ്ടത്. അപ്പൊ ഞാൻ ഈ മൂവി കണ്ട ഒരാളാണ്. അപ്പോ എനിക്ക് ഫീൽ ചെയ്തത്, എനിക്ക് ഈ മൂവി അത്യാവശ്യം നല്ലൊരു ഫിലിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനിയിപ്പോ പല പല പെർസ്പെക്റ്റീവ് ആണല്ലോ ആളുകൾക്കുള്ളത്. അപ്പൊ ഇനി ഒരു ആവറേജ് പടമാണെന്ന് പറഞ്ഞാൽ പോലും ഇറ്റ്സ് ഓക്കെ. ബട്ട് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ റിവ്യൂ കണ്ട ഒരാളും പിന്നെ ആ മൂവി കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോവില്ല. അത്രയും മോശമായിട്ടാണ് ആ മൂവിനെ കുറിച്ചിട്ട് അയാൾ സംസാരിക്കുന്നത്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയുന്നതെന്നുള്ളത്. അപ്പൊ എനിക്ക് എന്തോ അയാൾ അങ്ങനെ സംസാരിച്ചപ്പോ എനിക്ക് അത്ര ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ആ ഒരു അനിഷ്ടം കമന്റ് ആയിട്ട് കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും എനിക്കൊരു ഒരു സമാധാനം കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്റെ ഒരു ഒപ്പീനിയൻ, എന്റെ ഒരു പെർസ്പെക്റ്റീവില് ആ മൂവിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന്. അപ്പോ ഈ ഒരു മൂവിനെ കുറിച്ചിട്ട് എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ആളുകൾക്കും പല പെർസ്പെക്റ്റീവ് ആണ് ഉണ്ടാവുക. അപ്പോ അങ്ങനെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി ഈ മൂവി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങള് ഫാമിലി ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാനും എന്റെ 2 ബ്രദേഴ്സും എന്റെ ഉമ്മയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോ എന്റെ ചെറിയ ബ്രദർ എന്ന് പറയുന്നത് അവൻ 2nd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്, ചെറിയ കുട്ടിയാണ്. അപ്പം അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ആ ഒരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം ഒരുപാട് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഹാഫിലാണെങ്കിലും സെക്കൻഡ് ഹാഫിലാണെങ്കിലും നമുക്ക് ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ ഇവൻ ഞങ്ങളാണെങ്കിലും ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് മൂവി കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഇതിലൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു സ്റ്റോറി ആയിട്ടൊന്നും വല്ലാണ്ട് എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുക. അതായത് ഇതിന്റെ ഒരു കോർ സ്റ്റോറി എന്ന് പറയുന്നത് അത്ര നമുക്ക് അങ്ങനെ ഓർത്ത് വെക്കാൻ പാകത്തിന് അങ്ങനെയുള്ള ഒരു സ്റ്റോറി ഒന്നും അല്ല ഉള്ളത്. പക്ഷെ അവര് ചെയ്തിട്ടുള്ളത്, പ്രസന്റ് ചെയ്തിട്ടുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോർമലി മൂവീസിൽ നിന്നും, നോർമലി നമ്മൾ കണ്ടുവരുന്ന സിനിമകളിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ്. ഒരുപാട് പഴയ മൂവികളിൽ നിന്നുള്ള റെഫറൻസും കാര്യങ്ങളും മാനറിസങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു മൂവി അവര് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടും ആ ഒരു നമ്മൾ കൊടുക്കുന്ന പൈസ നമുക്ക് ആ ഒരു 2.5 മണിക്കൂർ വേസ്റ്റ് ആയി എന്ന് നമുക്ക് എന്തായാലും തോന്നില്ല. അത് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ലാഗ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ അങ്ങനെ കണ്ടോണ്ടിരിക്കും. നമുക്ക് നല്ലൊരു എന്റർടൈനർ ആണിത്. നമ്മൾ നന്നായിട്ട് എന്റർടൈൻ ചെയ്യിക്കും. അതിലത്തെ സോങ്ങുകളാണെങ്കിലും ഫൈറ്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവർ പറയുന്നുണ്ട് നമ്മൾ ഇതിൽ നിന്ന് ലോജിക്ക് വെച്ചിട്ട് ആ മൂവി കാണരുത്, ഇതിൽ ഫുൾ ഓഫ് മാഡ്നെസ് ആണെന്നുള്ളത്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ലോജിക്ക് പരമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. പക്ഷെ അത് അവർ ഓൾറെഡി നമ്മളടുത്ത് പറയുന്നുണ്ടല്ലോ, മൂവി സ്റ്റാർട്ടിങ്ങിലാണെങ്കിലും പോസ്റ്റേഴ്സിലാണെങ്കിലും എല്ലാത്തിലും അത് പറയുന്നുണ്ട് നോ ലോജിക്ക് ആണെന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. പിന്നെ കുറെ ആളുകള് ഗ്രാഫിക്സിനെ കുറിച്ച് പറയുന്നത് കേട്ടു. അപ്പം ശരിയാണ്, നമുക്ക് അതിലിങ്ങനെ ബോംബ് പൊട്ടുന്ന കുറച്ച് സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയ പോലെ നമുക്ക് ബാക്കിയുള്ള മൂവീസിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര പെർഫെക്ഷൻ വരാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരതൊരു ഫണ്ണി ആ രീതിയിലാണല്ലോ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മേ ബി അതിന് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു രീതിയിലുള്ള ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. എന്താണ് സത്യം എന്നുള്ളത് നമുക്കറിയില്ല.
അപ്പൊ ഓവറോൾ ഈ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എന്റർടൈനർ ആണിത്. ഇനിയിപ്പോ എനിക്ക് ഫിലിം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനൊരു ലാലേട്ടൻ ഫാൻ ഗേൾ ഒന്നും അല്ല, പക്ഷെ എന്നാൽ പോലും ലാലേട്ടനെയൊക്കെ അതിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര അടിപൊളിയായിട്ടാണ്. അപ്പൊ ഒരു ഫാൻ ബോയ് അല്ലെങ്കിൽ ഒരു ഫാൻ ഗേളിനെ സംബന്ധിച്ച് അവർക്കൊരു നല്ല എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഇതൊരു തിയേറ്ററിൽ പോയി കാണുക എന്നുണ്ടെങ്കിൽ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് ഓവറോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു എന്റർടൈനർ ആണ്. നമുക്ക് നമ്മൾ ആ ഒരു 2.5 മണിക്കൂർ കംപ്ലീറ്റ്ലി എന്റർടൈൻ ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞു പെർസ്പെക്റ്റീവ് ആണ്, ഡിഫറെന്റ് ആയിരിക്കും പല ആളുകൾക്കൊന്നും. എത്ര ഡിഫറെന്റ് ആണെങ്കിൽ പോലും ഒരു ആവറേജ് മൂവി, അതിലും താഴേക്ക് ഇതിന് നെഗറ്റീവ് അടിക്കാൻ മാത്രമൊന്നും ഇല്ല എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോ ഇതിൽ മൂവി കണ്ടവരാരെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഈ വീഡിയോ എത്ര പേര് കാണുന്നൊന്നും എനിക്കറിയില്ല, എന്നാൽ പോലും എന്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.